ദേശീയപാത വികസനം പുരോഗമിക്കുന്നതിന് സമാന്തരമായി സംസ്ഥാനത്തെ MC റോഡ് കിഫ്ബി വഴി 4 വരിയായി പുനർനിർമ്മിക്കുന്നതിന് സംസ്ഥാന ബജറ്റിൽ 5217 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. കേരളത്തിലെ യാത്രാ സൗകര്യങ്ങളും സാങ്കേതിക വിദ്യാഭ്യാസ മേഖലകളും മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർണായക പ്രഖ്യാപനങ്ങളാണ് സംസ്ഥാന ബജറ്റിലുള്ളത്. MC റോഡിന്റെ വികസനം, കൊച്ചിയിലെ പുതിയ സൈബർ വാലി, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ആഗോള സ്കൂൾ എന്നിവയാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ പ്രഖ്യാപനങ്ങളിൽ പ്രധാനം. തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെയുള്ള MC റോഡ് 24 മീറ്റർ വീതിയിൽ 4 വരിയായി പുനർനിർമ്മിക്കും. കിഫ്ബി വഴി 5217 കോടി രൂപയാണ് ഈ പദ്ധതിക്കായി നീക്കിവെക്കുന്നത്. ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി വിവിധയിടങ്ങളിൽ ബൈപ്പാസുകളും ജംഗ്ഷനുകളും നിർമ്മിക്കും. ആദ്യഘട്ടമായി കൊട്ടാരക്കര ബൈപ്പാസിന് 110.36 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ കിളിമാനൂർ, നിലമേൽ, ചടയമംഗലം, ആയൂർ, പന്തളം, ചെങ്ങന്നൂർ ബൈപ്പാസുകളുടെ നിർമ്മാണവും ഉടൻ ആരംഭിക്കും. കൊച്ചി ഇൻഫോ പാർക്ക് ഫേസ് 3-ലെ 300 ഏക്കർ സ്ഥലത്ത് PPP മാതൃകയിൽ ഒരു സൈബർ വാലി വികസിപ്പിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, IT അധിഷ്ഠിത സേവനങ്ങൾ എന്നിവയുടെ പ്രധാന കേന്ദ്രമായി ഇത് മാറും. ഈ പദ്ധതിക്കായി പ്രാരംഭഘട്ടത്തിൽ 30 കോടി രൂപ വകയിരുത്തി. ഡിജിറ്റൽ സംരംഭകത്വത്തിനും തൊഴിൽ സൃഷ്ടിക്കലിനും ആധുനിക നഗര ജീവിത സൗകര്യങ്ങൾക്കും സൈബർ വാലി കേന്ദ്രം മുൻഗണന നൽകും. കേരളത്തിലെ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിനായും തൊഴിൽ പഠനത്തിനുമായും പ്രതിവർഷം ഏകദേശം 8000 കോടി രൂപയിലധികം സംസ്ഥാനത്തിന് പുറത്തേക്ക് നൽകുന്നുണ്ടെന്നാണ് കണക്ക്. ഇത് കണക്കിലെടുത്ത് അത്യാധുനിക സാങ്കേതിക വിദ്യയും പുതിയ കാലത്തിന് അനുയോജ്യമായ തൊഴിൽ പരിശീലനവും നൽകുന്ന ഒരു ആഗോള സ്കൂൾ കേരളത്തിൽ സ്ഥാപിക്കും. ഫ്യൂച്ചർ ടെക്നോളജി, ടെക്നോ ഇക്കണോമിക്സ് എന്നിവയ്ക്കായിരിക്കും ഇവിടെ പ്രാധാന്യം നൽകുന്നത്. കഴിഞ്ഞ ബജറ്റുകളിൽ പ്രഖ്യാപിച്ച പദ്ധതികളുടെ തുടർച്ചയായും സംസ്ഥാന സൗകര്യ വികസനത്തിന് പുതിയ വേഗത നൽകുന്നതിനുമാണ് ഈ പദ്ധതികൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. MC റോഡ് വികസനം പൂർത്തിയാകുന്നതോടെ തെക്കൻ കേരളത്തിലെ യാത്രാക്ലേശത്തിന് വലിയ പരിഹാരമാക്കുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നതായും ബാലഗോപാൽ സഭയിൽ പറഞ്ഞു. കോളേജ് വിദ്യാർത്ഥികൾക്കും വമ്പൻ സർപ്രൈസുകളാണ് ബജറ്റിലുള്ളത്. സംസ്ഥാനത്തെ ആർട്സ് ആൻഡ് സയൻസ് വിദ്യാർത്ഥികൾക്ക് ബിരുദ പഠനം സൗജന്യമാക്കിയതായാണ് ബജറ്റിലെ പ്രഖ്യാപനം. നിലവിൽ 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയാണ് കേരളത്തിൽ സൗജന്യ വിദ്യാഭ്യാസം നൽകിയിരുന്നത്. ഇതിനു പുറമെയാണ് ഇപ്പോൾ ആർട്സ് ആൻഡ് സയൻസ് വിദ്യാർത്ഥികൾക്കും ബിരുദ പഠനം സൗജന്യമാക്കിയിരിക്കുന്നത്. അതേസമയം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പ്രഖ്യാപിച്ചു. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് പ്രഖ്യാപനം. വർഷം 15 കോടി ഇതിനായി വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടൽ. ഈ തുക ബജറ്റിൽ വകയിരുത്തിയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സ നൽകുമെന്ന വമ്പൻ പ്രഖ്യാപനവും ധനമന്ത്രി നടത്തി. ലൈഫ് സേവർ പദ്ധതിയായിട്ടാണ് ബാലഗോപാൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സർക്കാർ ആശുപത്രികളിലും തെരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ഈ സേവനം ലഭ്യമാകും. പദ്ധതിക്കായി 15 കോടി രൂപ വകയിരുത്തി. കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങൾക്കായി ആരോഗ്യ ഇൻഷുറൻസും പ്രഖ്യാപിച്ചു. ഇതിനായി 50 കോടി രൂപ വകയിരുത്തി. അതേസമയം സർക്കാർ ജീവനക്കാരുടെ മെഡിസെപ് പദ്ധതിയിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. മെഡിസെപ് 2.0 ഫെബ്രുവരി 1 മുതൽ ആരംഭിക്കും. ഇതിൽ കൂടുതൽ ആനുകൂല്യവും കൂടുതൽ ആശുപത്രികളും ഉൾപ്പെടുത്തും. ജോലിയിൽ നിന്നും വിരമിച്ചവർക്കായി മെഡിക്കൽ മെഡിസെപ് മാതൃകയിൽ പുതിയ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സഹകരണ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർക്കും മെഡിസെപ് മാതൃകയിൽ ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ വോട്ട് മോഷ്ടിക്കുന്നതിന് പുറമെ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുടെ പണം കവരുന്ന നോട്ട് ചോരി കൂടി നടത്തുകയാണെന്ന് ബജറ്റ് പ്രസംഗത്തിലൂടെ ധനമന്ത്രി KN ബാലഗോപാൽ ആരോപിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ CAG പ്രശംസിച്ച റിപ്പോർട്ട് നിലനിൽക്കെയാണ് കേന്ദ്രം സംസ്ഥാനത്തെ അവഗണിക്കുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. സാമ്പത്തിക വർഷാവസാനം ചിലവുകൾ ഏറ്റവും കൂടുതൽ വരുന്ന സമയത്ത് അംഗീകരിച്ച കടപരിധിയിൽ നിന്ന് 5944 കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചത് കേരളത്തിനുള്ള ഇരട്ട പ്രഹരമാണെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തോടുള്ള ഈ കൊടിയ സാമ്പത്തിക അവഗണനയ്ക്കെതിരെയുള്ള പ്രതിഷേധം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ബജറ്റ് പ്രസംഗത്തിലൂടെ താൻ രേഖപ്പെടുത്തുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെ വെറും ഉപഗ്രഹങ്ങളെ പോലെയോ അല്ലെങ്കിൽ വിഹിതത്തിനായി കാത്തുനിൽക്കുന്ന ഏറാൻ മൂളികളെ പോലെയോ കാണുകയാണെന്നാണ് മന്ത്രി വിമർശിച്ചത്.
ഈ നടപടിയിൽ പ്രതിഷേധമറിയിക്കാൻ ഡൽഹിയിൽ പോയി കേന്ദ്ര ധനമന്ത്രിയെ നേരിൽ കണ്ടിട്ടും ഫലമുണ്ടായില്ല. ഇത്തരം നടപടികൾ ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നത് കേരളത്തിന്റെ ആകെ റവന്യൂ വരുമാനത്തിന്റെ വെറും 25% മാത്രമാണ്. ബാക്കി 75% സംസ്ഥാനം സ്വന്തം നിലയ്ക്കാണ് കണ്ടെത്തുന്നത്. രാജ്യത്തെ ശരാശരി എടുത്താൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് 50% മുകളിൽ കേന്ദ്രവിഹിതം ലഭിക്കുന്നുണ്ട്. അപ്പോഴാണ് കേരളത്തോടുള്ള കടുത്ത അവഗണനയെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. സാമ്പത്തിക വർഷാവസാനം അംഗീകരിച്ച കടപരിധിയിൽ നിന്ന് 5944 കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചത് കേരളത്തിനുള്ള ഇരട്ട പ്രഹരമാണ്. ഈ വർഷം മാത്രം കേരളത്തിന് അർഹതപ്പെട്ട വരുമാനത്തിൽ നിന്ന് 17,000 കോടി രൂപയാണ് അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ടത്. കൂടാതെ വരാനിരിക്കുന്ന GST നിരക്ക് പരിഷ്കരണം മൂലം പ്രതിവർഷം 8,000 കോടി രൂപയുടെ നഷ്ടം വേറെയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അവകാശങ്ങൾക്ക് മേലുള്ള കേന്ദ്രത്തിന്റെ കടന്നുകയറ്റമാണ് വരും കാലത്ത് രാജ്യം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്നും ധനമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്.